ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഏത് വഴി അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഏത് വഴിയാണോ അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്ക് ഓൾറെഡി 3 ചാനലുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന ഏറ്റവും അവസാനം നമ്മൾ ക്രിയേറ്റ് ആക്കിയ ജെഫോടെക് ചാനലിൻ്റെ 2.0 പുതിയൊരു ചാനലാണിത്. ഈ ഒരു ചാനലുണ്ട്. ജെഫോടെക് ചാനലിൻ്റെ ഒരു ഒറിജിനൽ മെയിൻ ചാനലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി വ്ലോഗ് ചാനലുണ്ട്. അങ്ങനെ 3 ചാനലാണ് നമ്മുടെ ചാനൽ ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലുകളിലൊക്കെ തന്നെയും ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിലൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം നമുക്ക് 3 ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ്. 3 ചാനലിൽ വരുമാനം കിട്ടാൻ സ്റ്റാർട്ട് ചെയ്ത ചാനലുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് വഴിയാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു രീതി ശരിയാണോ, നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം ആദ്യം തന്നെ കൂടുതൽ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനകത്തൂടെ ആയിരിക്കും അല്ലേ. അതായത് യൂട്യൂബിന് നമ്മൾ വീഡിയോ കാണുന്ന ആപ്ലിക്കേഷനകത്തൂടെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് അതിനാണ്. തുടക്കക്കാരൊക്കെ കൂടുതലും യൂട്യൂബിന് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. പിന്നെ വരുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് അല്ലേ. യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് നമുക്ക് ക്രോം ബ്രൗസറാണ്. ക്രോം ബ്രൗസറിൻ്റെ അകത്തൂടെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ തീരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളാണ്, കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കയറുന്ന സമയത്ത് സിമ്പിളാണ്. പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് നേരെ സാധാരണ പോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതൊരു പോരായ്മയാണ്. പിന്നെ വരുന്നത് വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ടാർഗറ്റ് ചെയ്ത് പറയാൻ പോകുന്നത്. കാരണം യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഷോർട്ട് വീഡിയോസിനേക്കാളും കൂടുതലായിട്ട് ലോങ് വീഡിയോസിനാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഷോർട്ടിനല്ല. ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്തോടെ അപ്ലോഡ് ചെയ്യുക. കാരണം അതിന് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ആഡ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോയ്ക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് സംബന്ധമുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് തമ്പനയിൽ കവർ ഫോട്ടോ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതായത് ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഒരു സ്ക്രോൾ ചെയ്തിട്ട് ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കവറൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് കിട്ടത്തില്ല. പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും നിങ്ങൾ നിർബന്ധമായിട്ടും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കൊണ്ട് അപ്ലോഡ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്ലാരിറ്റി, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനാവും. അതായത് യൂട്യൂബിന് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ക്ലാരിറ്റി നമുക്ക് യൂട്യൂബിന് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അതേസമയം യൂട്യൂബ് സ്റ്റുഡിയോ വഴി ചില ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയോട് കൂടി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഷോർട്ടും അപ്ലോഡ് ചെയ്യാം, പക്ഷേ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, നമുക്ക് അതായത് ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനോ കവർ ആഡ് ചെയ്യാനോ പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാനോ പറ്റത്തില്ല. ഓൺ വോയിസ് ഉള്ള വീഡിയോ ഒക്കെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി അപ്ലോഡ് ചെയ്യാനാവും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ക്രോം ബ്രൗസറാണ്. ക്രോം ബ്രൗസർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ക്രോം ബ്രൗസറിൻ്റെ അകത്ത്. അതായത് നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പം AB ടെസ്റ്റിംഗ്, അതായത് നമുക്ക് 3 തമ്പനയിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് ഒരു തമ്പനയിലല്ല 3 തമ്പനയിൽ കൊടുത്തിട്ട് വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടി 3 തമ്പനയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്യും 3 തമ്പനയിലകത്ത് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന ഏത് തമ്പനയിലാണോ അത് യൂട്യൂബ് എടുത്തിട്ട് യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് 3 തമ്പന. AB ടെസ്റ്റിംഗ് എന്ന് പറയും, അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എൻഡ് സ്ക്രീൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാർഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴേക്ക് 3 വീഡിയോസ് നമ്മുടെ സൈഡിൽ കാണിക്കും. അതല്ലേ, എൻ്റെ വീഡിയോ കഴിഞ്ഞ പാടെ തന്നെ അടുത്ത എൻ്റെ വേറൊരു വീഡിയോയിലോട്ട് തന്നെ നിങ്ങൾ പോകും, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ സാറിന് എൻ്റെ വീഡിയോ കഴിയുമ്പോൾ വേറൊരാളുടെ വീഡിയോയിലോട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വീഡിയോസിലോട്ട് പോകുന്നത്. അതേസമയം എൻ്റെ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീഡിയോസിലോട്ട് തന്നെ നിങ്ങളുടെ ക്ലിക്ക് പോകും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ക്രോം ബ്രൗസറിനോട് അപ്ലോഡ് ചെയ്യുക. എന്നാലും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം അത് തന്നെയാണ്, കൂടുതൽ വ്യൂസ് കിട്ടാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു പുള്ളിക്ക് കൊടുത്തു. ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് സ്റ്റുഡിയോ കൂടെയാണ്. അപ്പം വ്യൂസ് ഇല്ലാത്തൊരു ചാനലിനകത്ത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലിക്കും വ്യൂസും വരാൻ തുടങ്ങി. കാരണം ഞാൻ ആ പുള്ളിക്കാരനോട് പറഞ്ഞു,
നിങ്ങളുടെ വീഡിയോയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഓഡിയോ ക്ലാരിറ്റി, വീഡിയോ ക്ലാരിറ്റി പ്രശ്നമാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന നല്ല ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയാതിരിക്കാനും അതായത് നമുക്കറിയാലോ, ഇപ്പം എല്ലാവരും നല്ല നല്ല ഫോണിലും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആൾക്കാർ കാണുന്നതിൻ്റെ അളവ് കുറയും, പെട്ടെന്ന് താല്പര്യമില്ലാണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. ആ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. നല്ല ക്ലാരിറ്റി തന്നെ വീഡിയോ അപ്ലോഡ് ആയി കിട്ടും. ഓഡിയോ ക്ലാരിറ്റിയും വീഡിയോ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. വീഡിയോ വൈറലാകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേരുടെ സംശയം, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ആപ്ലിക്കേഷൻ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് സിമ്പിൾ എന്നുള്ളത്. സിമ്പിൾ ഓരോന്നിനും ഓരോ രീതിയിൽ ചെയ്യാം, പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് എനിക്ക് തോന്നുന്നത് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. ക്ലാരിറ്റിയിൽ വ്യത്യാസമില്ലാണ്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.